പശ്ചിമഘട്ടത്തിലെ ഉൾവനങ്ങളിലെ കാഴ്ചയായ മൂട്ടിപ്പഴം വീട്ടുമുറ്റത്ത് സമൃദ്ധമായി വിളഞ്ഞ വിസ്മയ കാഴ്ചയാണ് മൂവാറ്റുപുഴ ആവോലിയിൽ. സാധാരണ മരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മണ്ണിന് തൊട്ടുമുകളിൽ തുടങ്ങി പ്രധാന തടിയിലും ശിഖരങ്ങളിലും വരെ കുലകുലയായി പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അപൂർവമായ കാഴ്ചയാണ് ആവോലി പനേലിയിലെ PJ മാത്യുവിന്റെ വീട്ടുമുറ്റത്ത്. തവിട്ട് കലർന്ന ചുവപ്പ് നിറത്തിൽ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള മൂട്ടിപ്പഴം മരം നിറയെ ചെറിയ ചുവന്ന ബൾബുകൾ തെളിയിച്ചതുപോലെ അങ്ങനെ വിളഞ്ഞു നിൽക്കുന്നു. പുളിയും മധുരവും ചവർപ്പും ഒത്തുചേർന്ന പ്രത്യേക രുചിയാണ് മൂട്ടിപ്പഴത്തിൻ്റേത്. രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നുമിടാതെ മരത്തിൻ്റെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ട് തികച്ചും പ്രകൃതിദത്തമായാണ് മാത്യുവും കുടുംബവും ഈ മരത്തെ പരിപാലിക്കുന്നത്. വലിയ വളമൊന്നും ചെയ്യാൻ പോയില്ല, എനിക്ക് തന്നെ ഇതിനകത്ത് പരിസരത്തൊക്കെ ക്ലിയറാക്കി നമ്മൾ ഇത് ചെയ്തത്. 25 വർഷങ്ങൾക്ക് മുമ്പ് ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൈ ഇത്തവണയാണ് ഇത്ര സമൃദ്ധമായി കായ്ച്ചത്. ഈ വർഷമാണ് ഇത്രയും കൂടുതലായിട്ട് നിറച്ചുണ്ടായത്. അപ്പം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ ഒരു പഴം ആരും തന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കാട്ടിലുള്ള സാധനമാണിത്. 3-4 പേര് വന്നിട്ട് പോയി. നാട്ടിലങ്ങനെ ഇല്ല. അപ്പം ഇവിടെ ഇതിലെല്ലാം നടന്നിട്ടും ആരും ഇതുവരെ ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഒത്തിരി ആൾക്കാരിപ്പം കാണാൻ വരുന്നുണ്ട്. തുടക്കത്തിൽ പൂക്കൾ ഉണ്ടാകാറുണ്ടായിരുന്നുവെങ്കിലും കായ്കൾ രൂപപ്പെട്ടിരുന്നില്ല. പിന്നീട് ഒരേ കാതലിനുള്ളിൽ 2 വിത്തുകൾ വരുന്ന ഇവയുടെ പ്രത്യേകത മനസ്സിലാക്കി സമീപത്തൊരു ആൺമരം കൂടി വെച്ചുപിടിപ്പിച്ച ശേഷമാണ് മരത്തിൽ സമൃദ്ധമായി കായ്കൾ ഉണ്ടായത്. ആദ്യമായി ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ആദ്യം കാശില്ല അവനകത്ത്. പിന്നെ ഈ പരാഗണം വേണമെന്നും പറഞ്ഞിട്ട് അളിയമ്പുള്ളി ഒരു ആൺമരത്തിന് കൊണ്ട് വെച്ചപ്പോഴാണ് കൂടുതൽ കാശ് തുടങ്ങിയത്. അങ്ങനെ പിന്നെ ഇത് നല്ലൊരു ഔഷധമുള്ള ഗുണമുള്ള എന്നാണ് പറയണത്. പിന്നെ വനത്തിലൊക്കെ ആകുമ്പോൾ മറ്റു വന്യമൃഗങ്ങൾ നശിപ്പിക്കും. നമുക്കിവിടെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ തൊണ്ട് അച്ചാറിടാം, കായ തിന്നാം, റംബൂട്ടാൻ പോലെ തിന്നാം. വൈറ്റമിൻ C കൊണ്ട് സമ്പന്നമായ ഈ ഫലം ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയ്ക്കാനും രക്തശുദ്ധീകരണത്തിനും ഉത്തമമാണെന്ന് പറയുന്നു. തൊലി നീക്കി ഉള്ളിലെ മാംസളഭാഗമാണ് സാധാരണയായി കഴിക്കുന്നത്. കൂടാതെ ഇവ ഉപയോഗിച്ച് രുചികരമായ അച്ചാറുകളും വൈനും ജ്യൂസും ഒക്കെ തയ്യാറാക്കാവുന്നതാണ്. ഉൾവനത്തിൽ കാണപ്പെടുന്ന വനഭംഗി കാണാൻ ദിനംപ്രതി നിരവധി പേരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.